CPIM-ന് കിട്ടിയ അതേ വോട്ടാണ് ഇപ്രാവശ്യവും തൃശൂർ ലോക്സഭാ മണ്ഡലത്തിൽ കിട്ടിയിട്ടുള്ളത്. തേങ്ങ പത്തരച്ചാലും താളല്ലേ കറി. എന്നാൽ കഴിഞ്ഞ പ്രാവശ്യത്തെ 1 ലക്ഷത്തോളം അടങ്ങുന്ന വോട്ടുകളാണ് കോൺഗ്രസിന്റെ വോട്ടുകൾ BJP-ക്ക് ചോർന്നിട്ടുള്ളത്. ആ ഒറ്റ കാര്യം പോലും ഇവിടുത്തെ ഒരു വിദ്യാർത്ഥികൾക്കും പറയാനില്ല. കാരണം UDF ആണ് തൃശ്ശൂരിൽ BJP ജയിപ്പിച്ചത്. പിന്നെ അത് മാത്രമല്ല ബാക്കി മണ്ഡലത്തിലേക്ക് തോൽവിയുടെ കാരണം എന്തായിരിക്കും? ഒന്ന്, ബൂർഷ്വാസികളും തക്കം പാർത്തിരിക്കുകയായിരുന്നു. അങ്ങനെയാണ് തെരഞ്ഞെടുപ്പ് നമുക്ക് പ്രതികൂലമായി ഭവിച്ചത്. അതാണ് പ്രശ്നം. കഴിഞ്ഞ ലോക്സഭാ മണ്ഡലത്തിലും ഒരു സീറ്റായിരുന്നു ഇടതുപക്ഷത്തിന്. ഇപ്രാവശ്യം ഒരു സീറ്റാണ്. വോട്ടിന്റെ എണ്ണത്തിൽ കുറവ് വന്നിട്ടുണ്ട്. അതൊന്നും എന്നെ ബാധിക്കുന്ന പ്രശ്നമല്ല. ആറ്റിങ്ങൽ മണ്ഡലം, ആലത്തൂർ മണ്ഡലം, പാലക്കാട് മണ്ഡലം, ഏത് മണ്ഡലം എടുത്താലും കുറഞ്ഞത് കാരണം നിങ്ങൾക്കും ചെറിയൊരു വലതുപക്ഷ ഒരു മാറ്റവും ഇല്ലല്ലോ. കഴിഞ്ഞ പ്രാവശ്യത്തെ ഇടതുപക്ഷ ഭരണം ഏറ്റവും നന്നായി തന്നെയായിരുന്നു. നീ നമ്മുടെ തറവാടിന്റെ പാരമ്പര്യം കാത്തു. ഇപ്രാവശ്യം അതേ നല്ല രീതിയിൽ തന്നെയാണ് ഭരണം നടക്കുന്നത്. പറയട്ടെ, ഇതാ ോടായതുപോലെ എന്തനുസരിച്ചും ബഹുമാനിച്ചും ജീവിത്താൽ കൊള്ളാം. ന്യൂ ജനറേഷന് അല്ലെങ്കിൽ എന്താ പറയാ ഓൺലൈൻ മീഡിയയെ താല്പര്യരായിട്ടുള്ള മനുഷ്യന്മാർക്ക് എന്തായാലും ഇടതുപക്ഷ വിരുദ്ധത അത് വരും. അത് ഞങ്ങളുടെ കുഴപ്പം കൊണ്ടല്ല, എന്നെ മനഃപൂർവ്വം കരിവാരിത്തേക്കാൻ കുറച്ച് ആൾക്കാർ ഇറങ്ങിയിരിക്കുകയാണ്. കാരണം ഇൻസ്റ്റാഗ്രാം അടങ്ങിയിട്ടുള്ള എല്ലാ കാര്യവും കോർപ്പറേറ്റ് താല്പര്യരാണ്. ഓ, നിന്റെ ബുദ്ധി വിമാനമാണല്ലോ. വിമാനമല്ല, റോക്കറ്റ്. റോക്കറ്റ്. അപ്പൊ കോർപ്പറേറ്റിന്റെ ആവശ്യങ്ങൾ മാത്രം ആഗ്രഹിക്കുന്ന ആളുകളായോണ്ട് അങ്ങനത്തെ വാർത്തകൾ മാത്രമേ ഇവർക്ക് കിട്ടുള്ളൂ. ഏറ്റവും നല്ലത് ഒരു നിമിഷം വൈകാതെ രാജിവെച്ച് പോകുന്നത്. താൻ സബ്സ്ക്രൈബ് ചെയ്തോ? യെസ് സർ. ഇവനോ?